കേരളത്തിൽ ഇന്ന് പല മാധ്യമങ്ങളും പല ആളുകളും വലിയ ഭീകരരെ അല്ലെങ്കിൽ കൊള്ളക്കാരായിട്ട് കാണുന്ന രണ്ട് വിഭാഗം ആളുകളാണ് കേരളത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മലയോര കർഷകരും. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെക്കുറിച്ചോ മലയോര കർഷകരെക്കുറിച്ചോ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആയാലും ശരി, ടെലിവിഷനായാലും ശരി, പത്രങ്ങളായാലും ശരി, ഒരു മാധ്യമങ്ങളും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. മലയോര മേഖലയിൽ ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ 68 വയസ്സുണ്ട്. 30 വർഷമായിട്ട് എറണാകുളത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അപ്പോൾ എനിക്ക് മലയോര കർഷകരുടെ പ്രശ്നങ്ങളും ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നങ്ങളും നന്നായിട്ടറിയാം. ഇന്ന് മീറ്റർ ഇടുന്നില്ല, അപമര്യാദയായി പെരുമാറുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരരെന്ന നിലയിൽ ഓട്ടോറിക്ഷക്കാരെ ചിത്രീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്താണ് ഇവരുടെ പ്രശ്നം? ഇതെങ്ങനെ പരിഹരിക്കാം? ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഓട്ടോറിക്ഷയുടെ ചില സംഗതികളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം 1.5 ലക്ഷം ഓട്ടോറിക്ഷകളുണ്ടെന്നാണ് ഒരു കണക്ക്. കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാനൊരു ദിവസം അടുത്ത് വായിച്ചതാണ്. എങ്ങനെയായാലും 14 ജില്ലയിൽ, കേരളത്തിലെ 14 ജില്ലയിലും കൂടെ ഒരു 10 ലക്ഷം ഓട്ടോറിക്ഷയെങ്കിലും ഇന്നുണ്ട്. നമുക്കറിയാം, 10 ലക്ഷം ഓട്ടോറിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ 10 ലക്ഷം കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നതാണ്. കേരളത്തിൽ ഏത് രംഗത്തുണ്ട് ഇന്ന് 10 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന ഒരു സാഹചര്യം? ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ആരുടെയും എന്ന് വെച്ചാൽ സർക്കാരിൻ്റെയോ മറ്റ് സന്നദ്ധ സംഘടനകളുടെയോ ഒന്നും പിന്തുണയില്ലാതെ സ്വന്തം വസ്തു വീട് വെച്ചോ ബ്ലേഡിൽ നിന്ന് പൈസ എടുത്തോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചോ ഒക്കെ ജീവിക്കാൻ ഒരു മാർഗത്തിന് വേണ്ടി ഡ്രൈവർമാർ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ ആയാലും ശരി, പ്രൈവറ്റ് ബസ് ആയാലും ശരി, ലോറി ആയാലും ശരി, ഇന്ന് വളരെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തട്ടിക്കളിക്കാൻ പറ്റുന്ന, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എല്ലാ ആളുകളെയും അറിയിക്കുക, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു 10 ലക്ഷം ഓട്ടോറിക്ഷ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 80% സ്വന്തം വണ്ടിക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ലോൺ എടുത്തും ഒക്കെ വാങ്ങിച്ച. ഇന്നൊരു ഓട്ടോ പുതിയത് ഇറങ്ങണമെങ്കിലാണ്ട് അപ്പോൾസറിയും ഇന്നർ ഔട്ടറെല്ലാം വെച്ച് 4 ലക്ഷം രൂപയാവും. ഈ 4 ലക്ഷം രൂപ വെച്ച് മുടക്കിയാണ് ഈ ഓരോ ഡ്രൈവർമാരും ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഒരു കുറച്ച് ആളുകൾ വാടകയ്ക്ക് ഓടിക്കുന്നുണ്ട്. 10 ലക്ഷം ഓട്ടോ ഡ്രൈവർമാരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 50,000-ത്തിന് മുകളിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരും ഉണ്ട്. കേരളത്തിൽ 10 ലക്ഷം പേര് ജോലി ചെയ്യുന്ന മറ്റൊരു മേഖലയുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി 10 ലക്ഷം ഓട്ടോറിക്ഷ ഒരു ദിവസം ശരാശരി 10 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 1 കോടി ട്രിപ്പ് ഒരു ദിവസം എടുക്കുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത്. 2 യാത്രക്കാർ ശരാശരി, ചിലതിൽ ഒന്നേ ഉള്ളൂ, ചിലർ 3-4 പേര് കയറും. 2 ശരാശരി 2 യാത്രക്കാർ വെച്ച് കയറിയാൽ 2 കോടി ആളുകളെ ഒരു ദിവസം കേരളത്തിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഞാനൊരു ഉദ്ദേശ കണക്കാണ് പറഞ്ഞ്, ഏറ്റവും കുറഞ്ഞ കണക്കാണ് പറയുന്നത്. നമുക്കറിയാം, 1 കോടി ട്രിപ്പ് എടുക്കുമ്പോൾ പരമാവധി വരുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഒരു 100-200 കേരളത്തിലെല്ലായിടത്തും കൊണ്ട് വരും. അത് എല്ലാം അവരുടെ പ്രശ്നമായിരിക്കണമെന്നില്ല. നിയമം അനുസരിക്കണമെന്ന് പറയുന്ന അനേക ജനങ്ങൾ തന്നെ നിയമം ലംഘിക്കുക. ഒരു ഓട്ടോറിക്ഷയിൽ 3 പാസഞ്ചർക്കാണ് അനുമതിയുള്ളത്. 4ാമത് ഒരാൾ വന്നാൽ അതിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഇൻഷുറൻസിന് പ്രശ്നമാകും. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും കൂടെ കയറിയാൽ ഒരപകടം ഉണ്ടായാൽ 3 പേർക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അത് ഇൻഷുറൻസ് കമ്പനി കർശനമായിട്ട് പറയുന്ന സംഗതിയാണ്. പക്ഷേ നമ്മുടെ ഓട്ടോറിക്ഷയിൽ 3, 4, 5 പേരും ഒക്കെ ചിലപ്പോൾ കയറും. 4 പേര് വരുന്ന ഒരാൾ, ഒരു ടീം 2 ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? ഇല്ല. പക്ഷേ നമ്മൾ സാധാരണ അത് കൊണ്ടുപോകും.
ചിലപ്പോൾ ഈ 4 പേര് കയറുമ്പോൾ 3 പേർക്ക് മേടിക്കുന്നതിനേക്കാൾ ഒരു 25 രൂപ കൂടുതൽ മേടിച്ചെന്ന് വരും. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഓട്ടം പോകുമ്പോൾ ഒരു 125 രൂപ സാധാരണ മേടിക്കും. അതിൻ്റെ കാരണം ഇവർ 2 ഓട്ടോറിക്ഷ വിളിച്ച് 200 രൂപ മുടക്കണം. മറ്റൊരു സംഗതി, അപ്പോൾ പറയും കയറ്റണ്ട എന്ന് പറയും. അങ്ങനെ കയറ്റണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എത്ര പേർക്ക് ഓട്ടോറിക്ഷ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 15 കിലോയുടെ ഒരു ബാഗാണ് അനുവദിച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷയിൽ, പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ കയറാൻ. നമുക്കറിയാം ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളോ അല്ല 2, 3 ബാഗും ട്രോളി ബാഗും എല്ലാം ആയിട്ട് 2, 3, 4 പേര് കയറാറുണ്ട്. ചിലപ്പോൾ ഒരു 5 രൂപ 10 രൂപ കൂടുതൽ ചോദിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ഇതൊക്കെയാണ്. അങ്ങനെ കയറ്റാതെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ നേരെ കംപ്ലൈൻറ്റ് കൊടുക്കും. ഇപ്പോൾ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ പോലും അയാളോട് എന്താണ് കാരണം എന്ന് കോടതി ചോദിക്കും. ഇവിടെ ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവറുടെ പേരിൽ ഒരാളൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്തെ ആൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ വരേണ്ട കാര്യമില്ല. പകരം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഒരു 2000-ൻ്റെയോ 500-ൻ്റെയോ 1000-ൻ്റെയൊക്കെ പെറ്റി അടിച്ചും കൊടുക്കുക ചെയ്യുന്നത്. അവന് പറയാനുള്ളത് കേൾക്കാൻ പോലും ഇവിടെ അധികാരികൾ കഴിയില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ നീയൊക്കെ കണക്കാടാ ഓട്ടോറിക്ഷക്കാരൻ, നിനക്കൊക്കെ ഇത് വേണം എന്ന് പറയും. ഈ പരാതി കൊടുത്ത ആൾ ഒരു പരാതി കൊടുത്തു അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, വേറെ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ചിന്തിച്ച് നോക്കുക, നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ രാത്രിയും പകലും പാതിരാത്രിക്കും വെളുപ്പിനെയൊക്കെ ട്രെയിനിനും ബസ്സിനും വന്നിറങ്ങുന്നവരെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരല്ലേ ഭൂരിപക്ഷവും ആളുകളെ അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് വിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 1 കോടി ട്രിപ്പ് എടുക്കുമ്പോൾ കേരളത്തിലുടനീളം 1, 2 അല്ല 100 പരാതികൾ ചിലപ്പോൾ വന്നെന്ന് വരും. നമ്മൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മാത്രമല്ലല്ലോ ഇവിടെ നിയമം ലംഘിക്കുന്നത്. ഭരണാധികാരികൾ നിയമം ലംഘിക്കുന്നില്ലേ? ലംഘിക്കുന്നുണ്ടല്ലേ അവരെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൈക്കൂലി കേസിലും അഴിമതിയുടെ പേരിലുമൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന, അല്ല അവർ കോടതി നടപടികൾ സ്വീകരിക്കേണ്ടത്. അവരെല്ലാം 100% പക്കായിട്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഗവൺമെൻറ് ഓഫീസുകളിൽ ആരെങ്കിലും പറയുമോ 100% പക്കായിട്ട് എല്ലാം ശരിക്കാണ് പോകുന്നത്? 10 മണിക്ക് ഓഫീസിൽ കയറേണ്ട പല ആളുകളും 10 മണിക്ക് കയറി 5-നും 5:30-ക്കും ഇറങ്ങേണ്ട ആളുകൾ 10:15-നും 10:30-ക്കും വരികയും 4:45-നും 4:30-ക്കും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുക. ഇതൊന്നും നിയമലംഘനമല്ലേ? ഓട്ടോറിക്ഷക്കാരന് മാത്രമേ ഉള്ളൂ നിയമം ലംഘിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഏത് രാത്രിയിലും ആളുകൾ ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷയാണ്. അവരുടെ വീടുകളിൽ കൊണ്ട് വിടുന്നില്ലേ? അവരുടെ ബാഗ് എടുത്ത് വെച്ച് കൊടുക്കുന്നില്ലേ? നിയമം അല്ലെങ്കിൽ പോലും 4 പേരുണ്ടെങ്കിൽ 4 പേരെയും കൊണ്ടുപോകുന്നില്ലേ? പിന്നെ പരാതി എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി പോലും പരാതി പറയാറില്ല. പകരം വല്ലപ്പോഴും വന്ന് കയറുന്ന ആളുകളാണ് ഈ പരാതിക്ക് കാരണമായി തീരുന്നത്. ഇനി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്നൊരു സേവനം, ഓട്ടോറിക്ഷ സേവനമല്ല, അത് ഒരു തൊഴിലായിട്ട് ചെയ്യുന്ന, പക്ഷേ അവർ പലപ്പോഴും സേവന സന്നദ്ധരാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് RCCയിലേക്ക് ക്യാൻസർ രോഗികളെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കാശ് മേടിക്കാറില്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഈ ഓട്ടോറിക്ഷക്കാർ ഞങ്ങളോട് കാശ് മേടിച്ചിട്ടില്ല എന്നും പറഞ്ഞ്, മേടിക്കുന്നില്ല എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് പറയാറുണ്ടോ? ഇല്ല. അവരന്തസ്സായിട്ട് ഇറങ്ങിപ്പോകുന്നല്ലേ ഉള്ളൂ. ഈ ഓട്ടോറിക്ഷക്കാരൻ ചെയ്യുന്ന സംഗതികൾ സമൂഹം മനസ്സിലാക്കണ്ടേ? അതുപോലെ തന്നെ വാഹനാപകടം, കേരളത്തിലുടനീളം ഒരു ദിവസം എത്ര വാഹനാപകടം ഉണ്ടാകുന്നുണ്ട്? ഒരു 500 വാഹന അപകടങ്ങളും ഉണ്ടാകുന്നില്ല, ചെറുതും വലുതുമായിട്ട്. നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ എറണാകുളം ഏരിയയിൽ തന്നെ ഒരു ദിവസം പേപ്പറിൽ ഒരു 10-15 എണ്ണം കാണും അപകടം പത്രത്തിൽ വന്നത്. വരാത്ത എത്ര ഉണ്ടാകും? ഈ വാഹനാപകടത്തിൽ വരുന്ന 80% ആളുകളെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. 80% ആളുകളെയും. നമ്മൾ യാത്രക്കാരും കൊണ്ട് വരുമ്പോഴായിരിക്കും ഒരു ആക്സിഡൻറ്റ് കാണുന്നത്. ഉടനെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം കൂടെ കൈ കാണിച്ച് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ഈ രോഗിയെ കയറ്റി വിടുക, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ ആളെ കയറ്റി വിടുക. പലപ്പോഴും അവരുടെ വണ്ടിക്കൂലി പോലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പരിക്കേറ്റ് കൊടുക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്നു. യാത്രക്കാരെ ഇറക്കി വിടുന്നുണ്ട്. ഇറക്കി വിട്ടിട്ടാണ് ഈ ആക്സിഡൻറ്റ് പറ്റിയ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നോട് പൈസ വാങ്ങിച്ചില്ല, ഒരു നന്ദി പറഞ്ഞ് ഇന്ന് ഒരു ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പകരം ആരെന്ത് പ്രശ്നം ചെയ്താലും ഓട്ടോറിക്ഷയ്ക്ക് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം പത്രത്തിലെ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനെക്കുറിച്ച്
വാർത്ത വന്നു. എന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാർത്ത മുൻ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നാണ്. മുൻ എന്ന് വെച്ചാൽ 6 വർഷം മുമ്പ് ഇയാൾ ഓട്ടോറിക്ഷ വിളിച്ചിരുന്ന വ്യക്തി. ഈ 6 വർഷമായിട്ട് ഇയാൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഈ 6 വർഷത്തിന് മുൻപുള്ള ഈയുടെ തൊഴിലിനെ എടുത്തിട്ടാണ് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു മുൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എന്തിനാ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ? അത് നല്ല മൈലേജ് കിട്ടുന്നൊരു വാർത്തയാണ്. ആരെന്ത് പറഞ്ഞാലും മൈലേജ് കിട്ടുക അല്ലെങ്കിൽ വിമർശിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ. മറ്റൊരു സംഗതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ എത്ര പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ പോലുമില്ല. അതുപോലെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് എടുത്തു പറയാൻ കഴിയുന്ന 2 ആളുകളെ ഞാൻ പറയാം. ഒരു ദിവസം എറണാകുളത്ത് വടുതലയിൽ നിന്ന് ഞാനൊരു സ്ത്രീ എൻ്റെ വണ്ടിയിലുണ്ട് വരുമ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരാളെ 3-4 പേര് താങ്ങി എടുത്തുകൊണ്ട് വന്നു. അയാൾ അവശനാണ്, ബോധമൊന്നുമില്ല. അപ്പോൾ അവർ എന്നെ പറഞ്ഞു, ചേട്ടാ ഒന്ന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വണ്ടി തടഞ്ഞു. ഈ സ്ത്രീയെ അവിടെ ഇറക്കി വിട്ടിട്ട് ഈ ആളെയും ബാക്കിലൊരു 3 പേരും കയറി അവരുടെ മടിയിൽ ഇയാളെ കിടത്തിരിക്കുക. ഒരു പയ്യൻ എൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ വരുന്നു. എന്നിട്ട് ലൈറ്റ് ഇട്ട് ഹോൺ അടിച്ച് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ സ്പീഡ് വിട്, ചേട്ടാ സ്പീഡ് വിടെന്നും പറഞ്ഞ് ഇവർ ബഹളം വെക്കുന്നുണ്ട്. ഞാൻ ഒരു തരത്തിൽ ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിലെത്തി അവർ പെട്ടെന്ന് തന്നെ അറ്റൻഡർമാർ വന്നു. ഈ രോഗി അകത്തേക്ക് കൊണ്ടുപോയി. കൂടെ വന്നവരും അങ്ങോട്ട് പോയി. എനിക്കാരും പൈസയും തന്നില്ല, ഞാനോടും പൈസയും മേടിച്ചില്ല. കാരണം നമുക്ക് അതൊരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചല്ലോ, അല്ലെ ഒരു ആശുപത്രി ചെന്നൊരു സന്തോഷത്തിലാണ് ഞാൻ വണ്ടിയിൽ വന്ന ലേഡി അവരവരുടെ വാട്ടിലും പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ എൻ്റെ സൈഡിലിരുന്ന് വന്ന ഈ പയ്യനെ ഞാൻ ഹോസ്പിറ്റലിനെ അടുത്ത് വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരാളെയും കൊണ്ട് അതെ അതെ. എൻ്റെ ചേട്ടാ അത് നന്നായി കേട്ടോ, 2 മിനിറ്റും കൂടെ താമസിച്ച് പോയാൽ രക്ഷിക്കാൻ ബുദ്ധിമുട്ടായനും എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് എന്ന് പറഞ്ഞു. ആ 2 മിനിറ്റ് വിലയുള്ളതായിരുന്നു. ഞാൻ അവിടെ എത്തിച്ചുകൊണ്ടാണ്. പൈസ കിട്ടിയില്ല, ഒരു നന്ദി പോലും പറഞ്ഞില്ല. പക്ഷേ ഈ രോഗിയോ ഈ രോഗിയുടെ കൂടെ വന്നയാളോ എന്നെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു പത്രത്തിലോ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടതെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു സന്ദർഭം, ഞാൻ കത്രക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലെ ഞാൻ വേറൊരു ട്രിപ്പ് എടുക്കാനായിട്ട് പോവുകയാണ്. വിളിച്ചിട്ട് അപ്പോഴാണ് ഒരു വീടിൻ്റെ സമീപത്ത് 3-4 പേർ ഓടി വന്നു. ചേട്ടാ ഒന്ന് ആളെ ആശുപത്രിയിൽ എത്തിക്കണം, അറ്റാക്കാണെന്നാണ് തോന്നുന്നു. ഈ രോഗി വിയർത്ത് കുളിച്ചൊഴുകുന്നുണ്ട്, അനങ്ങുന്നില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ വണ്ടിയിൽ തന്നെ ഈ പറഞ്ഞ ലിസി ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നു ഇവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി. പൈസ എനിക്ക് തന്നുമില്ല, ഞാൻ ചോദിച്ചുമില്ല. ഇത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ ആരുടെ ചോദിക്കുന്നത്? ആരും പേഴ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ അതിലേ പോകുമ്പോഴൊക്കെ ഈ വീട് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ വരുമ്പം അന്ന് ആശുപത്രി പോയ ആൾ, ആ രോഗിയും എൻ്റെ ഭാര്യയും കൂടെ ആ വാതിൽക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടനെ ഈയിടെ ആശുപത്രിയിൽ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനാ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, വളരെ നന്നായി, കൃത്യസമയത്ത് നിങ്ങൾ എത്തിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ പൈസയും മേടിച്ചില്ല, അവർ തന്നുമില്ല. പക്ഷേ ഒരു സംഗതി ഉണ്ട്, എന്നെപ്പോലെ ഈ 10 ലക്ഷം ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇതുപോലെ അനേക രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഹോസ്പിറ്റലുകളിൽ പൈസ മേടിക്കാതെ കൊണ്ടുപോയാക്കിയിട്ടുണ്ട്. ഇതാരെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഈ ഓട്ടോറിക്ഷക്കാരെ വിമർശിക്കുന്നവരോ ഇവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ വീടിനടുത്തൊരു ആക്സിഡൻ്റ് ഉണ്ടേ, നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടേ പോലും നിങ്ങൾ ഓടി വരുന്ന ഓട്ടോറിക്ഷയെ നിങ്ങൾ വിളിച്ച് കയറ്റിവിടുകയുള്ളൂ. നമ്മൾ ഓട്ടോറിക്ഷയിൽ അപകടം ഉണ്ടായി, ആരെങ്കിലും അപകടം ഉണ്ടായി നമ്മൾ കൊണ്ടുപോകുമ്പോൾ പിടിച്ച് കയറ്റി വിടാനൊക്കെ ധാരാളം ആളുകളുണ്ടാകും. എന്നാൽ ചേട്ടാ നിങ്ങൾ ഒരാളും കൊണ്ടേ വണ്ടിയിലിട്ട് കയറേ എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും ആരും കയറില്ല. നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ ചെന്ന ഉടനെ സെക്യൂരിറ്റിക്കാരൻ നമ്മുടെ വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കും. നേഴ്സുമാർ പറയും ചേട്ടൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ 1/4 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഏതോ വണ്ടി ഇടിച്ചു പോയവനെ ഓട്ടോറിക്ഷക്കാരൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവസാനം ഈ ഓട്ടോറിക്ഷയുടെ പേരിൽ കേസെടുത്ത ചരിത്രം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് കേസെടുത്ത ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സംഗതിയാണ്, രാത്രി വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങും. ഇപ്പോൾ ഞാൻ നേരത്തെയൊക്കെ 4 മണിക്ക് വെളുപ്പിനെ 4 മണിക്ക് നടക്കാൻ പോകും. 4:45 5 വരും. കുളിച്ചൊരു ചായയും കുടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക, ട്രെയിനിൻ്റെ ആളെടുക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു രീതി. പക്ഷേ ചില സമയങ്ങളിൽ 1 മണിയാകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ 1:30 ആകുമ്പോഴത്തേക്കോ 2 മണിക്കോ അടുത്ത് ആരെങ്കിലും ഒരു വീട്ടിൽ നിന്ന് വന്ന് വിളിക്കും, ചേട്ടാ അച്ഛന് അസുഖമാണ്, അമ്മയ്ക്ക് അസുഖമാണ്, കുഞ്ഞിന് അസുഖമാണ്, ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണം എന്നും പറഞ്ഞു.
നമ്മുടെ മുഖവും കഴുകി ഇവിടെ അവരുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടി അല്ലെ ആരെയാണോ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് അവരെയും കൊണ്ട് അടുത്ത ആശുപത്രി, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് മഞ്ഞമ്മൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മളവിടെ രാത്രി 1:30 2 മണിക്കോ അവിടെ ചെല്ലുമ്പം ഡ്യൂട്ടി ഡോക്ടർ മയങ്ങുമായിരിക്കും, നേഴ്സുമാരുണ്ടാകും. നേഴ്സുമാർ ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ് മരുന്നുമൊക്കെ കൊടുത്ത് ഒന്നുകിൽ അവിടെ അഡ്മിറ്റ് ചെയ്യും, അല്ലെ തിരിച്ച് നാളെ വരാൻ പറഞ്ഞ് വീട്ടിലേക്ക് വിടും. എങ്ങനെയായാലും ഒരു 1.5 മണിക്കൂർ അവിടെ പോകും. ഈ 1.5 മണിക്കൂർ ഈ ഓട്ടോ ഡ്രൈവർ കൊതുകടിയും കൊണ്ട് അവിടെ ഇരിക്കണം. പലപ്പോഴും അപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണെങ്കിൽ പലപ്പോഴും ആളുകളെ കാശൊന്നും കാണില്ല, സാധാരണക്കാരല്ലേ, ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നുമില്ല, അതിൻ്റെ സന്ദർഭമാണ്. എനിക്കും ചേട്ടാ പൈസ വല്ല ഇരിപ്പുണ്ടോ എന്ന് ഈ രോഗിയുടെ കൂടെ വന്ന ആളുകൾ ചോദിക്കും. ആശുപത്രി കൊടുക്കാൻ തികയുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള പൈസയും കൂടെ കൊടുക്കും. രാവിലെ ഡീസൽ അടിക്കാനോ കൊച്ചിന് ഫീസ് കൊടുക്കാനോ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനോ വെച്ചിരുന്ന പൈസയാണ് നമ്മളെടുത്ത് കൊടുക്കുന്നത്. ഈ പൈസ കിട്ടും, 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ളവരായത് കൊണ്ട് കൊണ്ടുത്തരും. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ ആരുടെങ്കിലും വായ്പ മേടിച്ച് വേണം നമ്മൾ ഡീസൽ അടിക്കാൻ. അതുപോലെ തന്നെ ഈ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയി തിരിച്ചത് അത്രയും ദൂരം വന്നു കഴിയുമ്പോൾ നമ്മളൊരു 10 രൂപ വെയിറ്റിംഗ് ചാർജ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 കിലോമീറ്റർ പോകാൻ ഇത്രയും രൂപയോ എന്ന് അവർ നമ്മളെ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ 1 മാസം കഴിയുമ്പോൾ ഇവർ തന്നെയായിരിക്കും നമ്മളെ വന്ന് വണ്ടി വിളിക്കുന്നത്. എന്നാൽ അവരുടെ വീട്ടിൽ നല്ല ഓട്ടോ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും പകലൊരു ഓട്ടോ ആണെങ്കിൽ ഈ അയൽവക്കക്കാരെ വിളിക്കുകയില്ല. അവരുടെ സുഹൃത്തുക്കൾ ശാഖരയുള്ളവരാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ഓട്ടോറിക്ഷക്കാർ അനുഭവിക്കുന്ന സമൂഹം അറിയാത്ത ചില സംഗതികളാണ്. മറ്റൊരു സംഗതിയാണ് പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ആഴ്ചയിൽ 1 or 2 പേര് പൈസ നഷ്ടപ്പെട്ടവർ വരും. വണ്ടി കൂലിക്ക് കാശില്ല, പോക്കറ്റ് അടിച്ചു പോയി, ചിലപ്പം ഭാര്യയും കുട്ടികളും കാണും, അല്ലെങ്കിൽ ഒരാൾ തന്നെയായിരിക്കും. ഞങ്ങളവിടെ സാധാരണ ചെയ്യുന്നത് അങ്ങനെ വന്ന് ഒരാളെയും ഇതുവരെ വെറും കൈയോടെ വിട്ടിട്ടില്ല. എറണാകുളത്ത് KSRTC സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഈ സംഭവമുള്ള. അപ്പോൾ ഉടനെ തന്നെ അവിടെ എത്ര വണ്ടിക്കാരുണ്ടോ അവരോട് ഒരു 10 രൂപ അല്ലെ 20 രൂപ വെച്ച് അവിടെ കൂടി നിൽക്കുന്ന വണ്ടിക്കാർ തന്നെ കളക്ട് ചെയ്യും. എന്നിട്ട് ഒന്നുകിൽ ഇവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കും, ബാക്കി കാശ് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തുകൂടാ ചെയ്യുന്നത്. ഒരാഴ്ചയിൽ 2 പേരെങ്കിലും സാധാരണ ഇത് വരാറുണ്ട്. ഇത് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അറിയാവുന്നതോ? ഈ ഓട്ടോറിക്ഷക്കാരെ വിമർശിക്കുന്നവർക്ക് ഇത് വല്ലതും അറിയാവും? ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇടുന്നില്ല, ഓട്ടോറിക്ഷക്കാർ അപമര്യാദയെ പെരുമാറുന്നു എന്നൊക്കെ പറയും. ഈ ഓട്ടോറിക്ഷക്കാർ അപമര്യാദയെ പെരുമാറുന്നതിൻ്റെ കാരണം പെരുമാറുന്നതല്ല, പലപ്പോഴും ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. ഇപ്പോൾ 3 പേര് കയറ്റേണ്ട വണ്ടിയെ 4 പേര് കയറ്റി കഴിയുമ്പോൾ 10 രൂപ അല്ല 15 രൂപ കൂടുതൽ ചോദിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ നിയമം പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ആളുകൾ ഈ 4 പേര് കയറാൻ വരണ്ടെന്നേ. അവർ 2 വണ്ടി വിളിച്ച് പോയാൽ പോരെ. ഇപ്പോൾ 100 രൂപയുടെ ഒരു ട്രിപ്പിന് ഒരാളും കൂടെ കൂടുതൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം 10 രൂപ 15 രൂപ ചോദിക്കും. ഈ 15 രൂപ കൊടുക്കാത്ത പറ്റിയല്ലാത്തവർ 2 വണ്ടി 200 രൂപ കൊടുത്ത് പോയാൽ പോരെ. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമല്ല. എല്ലാവരും ഭൂരിപക്ഷം ആളുകളും വലിയ ധനികരൊന്നുമല്ല ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നത്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായ വണ്ടിയിൽ കയറുന്ന ആളുകൾക്ക് ആർക്കും പരാതിയില്ല. അപൂർവമായിട്ട് വന്ന് കയറുന്ന ആളുകൾക്കാണ് ഈ പരാതി. അവർ ചോദിക്കും മീറ്റർഡ്. ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പക്ക ഡീസൻ്റ്. ഓട്ടോറിക്ഷക്കാർ മാത്രമാണ് ലോകത്തിലെ കേരളത്തിലെ ഏറ്റവും മോശമായ ആളുകളെന്നാണ് ഈ ആളുകൾ വിവരിക്കുന്നത്. ഇതിനെ പിന്താങ്ങാൻ എന്തെങ്കിലും ചെറിയ കേസ് വന്നാൽ ഓട്ടോറിക്ഷക്കാരെ വിമർശിക്കാൻ ഇവിടെ കുറേ സോഷ്യൽ മീഡിയക്കാരുണ്ട്. ഇവരാരെങ്കിലും പത്രങ്ങളായാലും സോഷ്യൽ മീഡിയക്കാരാണെങ്കിലും തൊഴിലാളികളോട് സംസാരിക്കണം. യൂണിയൻ നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ യൂണിയൻ നേതാക്കന്മാർ വണ്ടി ഓടിച്ച് പരിചയമൊന്നുമുള്ളതല്ല, അവർ ട്രേഡ് യൂണിയൻകാരാണ്. പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ള തൊഴിലാളികൾ ഉപയോഗിക്കണം. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു കേരളത്തിലെ ശരാശരി ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് 1000 രൂപ അടുവാണ് ഡീസലും വാടകയും കൂടെ കൊടുക്കുന്നവരാണെങ്കിൽ അവന് 1000-500 രൂപ പോലും കാണില്ല ഒരു ദിവസം. നമ്മൾ പുറത്തേക്ക് ഒരു പെയിൻറ്റിങ് പണിക്കോ ഒരു കൽപ്പണിക്ക് ഹെൽപ്പറായിട്ടോ ഒരു പൊറോട്ട മേക്കറായിട്ടോ ഒക്കെ പോയിക്കോ 1000 രൂപ നമുക്ക് കൈ കിട്ടും. 8:30 കയറി 4:30 കയ്യും കാലും കഴിയാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷക്കാരൻ അങ്ങനെയല്ല. വെളുപ്പിന് വണ്ടി എടുത്ത് രാത്രി വരെ അവൻ വണ്ടി ഓടിയാൽ അവന് 1000 രൂപ കിട്ടുന്നൊരു വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ തിരിച്ചറിയാതെ വെറുതെ നമ്മൾ വിമർശിക്കരുത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിങ്ങൾ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചുകുട്ടികൾ LKG മുതൽ
ഓട്ടോറിക്ഷയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളെ. ആ കുട്ടികളൊക്കെ വലുതായി. എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷയെ കൊണ്ട് മാതാപിതാക്കൾ വിടുന്നത്? അവരുടെ കുട്ടികൾ സേഫായിരിക്കും. അവരുടെ ബാഗും എടുത്ത് അവരെയും വീടുകളിൽ എത്തിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. എത്ര സ്ത്രീകളെയും കുട്ടികളെയും രാത്രിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കേരളത്തിൽ ഓരോ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അതെല്ലാം നിമിഷ നേരം കൊണ്ട് മറന്നിട്ട് എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, സമൂഹത്തിൽ എല്ലാവരും പക്ക ആണെന്ന് ഞാൻ പറയുന്നില്ല, ചിലരുണ്ട് മോശമായിട്ട്, പക്ഷേ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ അങ്ങനെയല്ല. കഴിയുന്നിടത്തോളം യാത്രക്കാരോട്ട് പ്രശ്നമില്ല. ഞാൻ ഇതുവരെ 30 വർഷം കഴിഞ്ഞ് ഞാൻ ഓട്ടോറിക്ഷ എറണാകുളത്ത് മാത്രം ഓടിക്കാൻ തുടങ്ങി. ഇന്ന് വരെ എൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റും ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. ഒരു യാത്രക്കാരനുമായിട്ടും പിണങ്ങിയിട്ടില്ല. യാത്രക്കാരൻ പൈസയ്ക്ക് തർക്കിച്ച് കഴിഞ്ഞാൽ തരുന്നത് മേടിച്ച് പോകും. അടുത്തയാൾ നമുക്ക് 10 രൂപ ഉള്ളിലും തരും എന്നേ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഭീകരവാദികളല്ല. ഞങ്ങൾക്ക് കള്ളപ്പണം ഉണ്ടാക്കാനോ കള്ളനോട്ടടിക്കാനോ മയക്കുമരുന്ന് കച്ചവടത്തിനോ സ്പിരിറ്റ് കച്ചവടത്തിനൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷ കൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല. ഈ നാട്ടുകാരുടെ വഴക്ക് മുഴുവൻ കേട്ട് അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. ഇവിടെ ഒരു ജോലിയും ചെയ്യാത്ത കുറേ ആളുകൾ, വിമർശിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിമർശിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളുടെ ഈ സമൂഹത്തിലുള്ളതാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ ചായ്വുകളും എല്ലാ സമ്മർദ്ദങ്ങളും ഞങ്ങൾക്കും അനുഭവമുണ്ട്. ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവശേഷിക്കുന്നൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് നിങ്ങൾ മീറ്റർ ഇട്ട് ഓടുന്നില്ല എന്നുള്ളത്. നമുക്ക് വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടി, അതുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ ഞാൻ അടുത്ത ഏതാനും വീഡിയോകളിലൂടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മീറ്ററിനെ കുറിച്ചാണ്. പിന്നെ ഓട്ടോറിക്ഷക്കാരനുഭവിക്കുന്ന, ഓട്ടോറിക്ഷക്കാർക്ക് മറ്റുള്ളവർ സഹായിച്ച കുറേ അനുഭവങ്ങൾ ഏതാനും വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളാരും കൊള്ളക്കാരല്ല, ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നിങ്ങളെയൊക്കെ സുരക്ഷിതമായി എത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇതൊരു സേവനമല്ല, ഇതൊരു സേവന മേഖലയല്ല. സർക്കാരിൻ്റെ 10 പൈസയും ഞങ്ങൾക്ക് ഈ സേവന മേഖലയ്ക്ക് തരുന്നില്ല. സേവന മേഖലയെ ശമ്പളം മേടിച്ച് സേവിക്കേണ്ട ആളുകളുടെ ഞങ്ങൾ കൈക്കൂലി കൊടുക്കാതെ ഭൂരിപക്ഷം ആളുകൾക്കും കിട്ടാറില്ല. അപ്പോൾ ആളുകൾ നമ്മൾ മാന്യമായിട്ട് ഇടപെടുന്ന ആളുകളുമുണ്ട്. അപ്പം എല്ലാ മേഖലകളിലും, സിവിൽ സർവീസിലായാലും ഗവൺമെൻറ് സർവീസിലായാലും പ്രൈവറ്റ് മേഖലയായാലും ഹോസ്പിറ്റലായാലും മതമേഖലയിലായാലും മോശം ആളുകളുമുണ്ട്, നല്ല ആളുകളുമുണ്ട്. അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാരെല്ലാം മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് ഏത് രാത്രിയിലും നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, നിങ്ങൾക്ക് നാളെ ഒരു പരിക്കേറ്റ് വീണ് കഴിഞ്ഞാൽ അവൻ എവിടുത്തുകാരനാണോ എന്താണെന്ന് നോക്കില്ല, ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുപോയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങൾ ചെയ്ത സേവനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊരു ഭീകരരായി കുറ്റവാളികളായി ചിത്രീകരിക്കരുതെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.